ഹലോ, ഇന്ന് ഓണം വൃത്തിയാക്കലിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കാട് പോലെ കിടക്കുന്ന സ്ഥലം നമ്മളിന്ന് വൃത്തിയാക്കുവാണ്. ഇത് കാടല്ല, പൊന്നാങ്കണ്ണി ചീരയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എന്ത് ജോലിക്കും ലേക്ക മുൻപന്തിയിലുണ്ടാവും. അപ്പോൾ എന്തോ കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് കാശി ഒരു വടിയെടുത്ത് ഒന്ന് വിരട്ടാൻ നോക്കിയതാണ്. അപ്പോഴത്തേക്ക് ആ കമ്പ് പിടിച്ച് വാങ്ങിച്ചിട്ട് അവളങ്ങ് കൊണ്ടുപോയി. ഇത് ഞങ്ങളുടെ അവക്കാഡോ പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം തറയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കാശിക്കുട്ട അതിനൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേക്കയ്ക്ക് ഇനി എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കാൻ പറ്റുമോ അതെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ചാരുമായിട്ട് അടി കൂടിയിട്ട് അവിടെ ഒരു ബഹളമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ മുറിച്ചിട്ടിട്ടുള്ള അവക്കാഡോയുടെ ബ്രാഞ്ചസ് എല്ലാം ഞാനും ചാരുവും കൂടി എടുത്തു കൊണ്ടുപോയിട്ട് മതിലിനപ്പുറത്ത് അട്ടപ്പുരയിടത്തിലേക്ക് ഇടുന്നുണ്ട്. എന്ത് പണിയെടുത്താലും ലേക്കയ്ക്കും കൂടെ അത് ചെയ്യണമെന്നുള്ളത് അവളുടെ ഒരു വാശിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് കിടന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് വഴക്ക് പറഞ്ഞിട്ട് മാറി നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാലും കേൾക്കാതെ അവിടെയൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട്. ഈ പണിയെല്ലാം എടുക്കുന്ന സമയത്ത് അവളെ അടച്ചിടാമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് കിടന്നിട്ട് കുറുക്കൻ ഓരിയിടുന്ന പോലെ ഓരിയിടും. അപ്പോൾ വിചാരിക്കും ഇത് കുറുക്കൻ്റെ കുട്ടിയാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ല മഴ വരുന്നതിന് മുന്നേ ജോലി തീർത്തിട്ട് വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചാൽ ലേക്ക് സമ്മതിക്കില്ല. എത്ര ശ്രമിച്ചാലും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞിട്ട് ചാരു എടുത്ത കഷ്ണം ഓടിപ്പോയി പിടിച്ച് വാങ്ങിച്ചിട്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ലേക്ക്. നിങ്ങളാരെങ്കിലും ഓല കൊണ്ടുള്ള മയിലാട്ടം കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്ന അതാണ്. അപ്പം ഞാനൊരു അവിടെ മുറിച്ചിട്ടിരുന്ന ഓലക്കഷ്ണം എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും ലേക്ക് അതിനെയും പിടിച്ച് വാങ്ങിച്ചിട്ട് ഡാൻസ് കളി തുടങ്ങി. ആ മയിലാട്ടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ജോലിക്കും സമ്മതിക്കത്തില്ല. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും കുറുക്കൻ്റെ കുട്ടിയും അല്ല, ഇത് ദിനോസറിൻ്റെ കുട്ടിയാണ് ഞങ്ങൾ വാങ്ങി വളർത്തുന്നതെന്ന്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം പണിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. കാടെല്ലാം വൃത്തിയാക്കി. അവിടെ നിന്ന് ചെറിയ തെങ്ങും തൈയും നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത് വണ്ട് തുരന്ന് ചീത്തയാക്കി കളഞ്ഞു. അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് പുതിയൊരു തെങ്ങും തൈ നടാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ആ തെങ്ങും തൈ നടാനായിട്ട് അപ്പുറത്തെ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ വന്നിട്ട് നട്ടുതരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ലേക്ക് അതിനൊന്നും നിന്നില്ല. അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ നിന്നൊന്നും ആളിനെ എടുക്കുന്നില്ല ഈ പണിക്ക്, ഞാൻ തന്നെ ചെയ്തു തരാം അമ്മയെന്ന് പറഞ്ഞിട്ട് അതിനെ അവൾ വലിച്ചു മുറിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ കാണാം. ബൈ.